ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെക്കുറിച്ചാണ്. ശനി ഗ്രഹം 2026 ജൂലൈ മാസം 27-ാം തീയതി മുതൽ ഡിസംബർ മാസം 11-ാം തീയതി വരെ വക്രത്തിൽ സഞ്ചരിക്കും. ഈ കാലത്ത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഗുണകരമായിരിക്കുന്ന നല്ല ഒരു കാലമാണ് ശനിയുടെ വക്രസ്ഥിതി കൊണ്ട്. അതായത് വളരെ അധികം കഷ്ടവും നഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അത് ശനിഗ്രഹം 6-7 ഭാവാധിപനം. പൊതുവെ ശത്രുക്കൾ വർദ്ധിക്കുക, കടങ്ങൾ വർദ്ധിക്കുക, രോഗാതി ദുരിതങ്ങൾ വർദ്ധിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ അധികം കഷ്ടതകളും ദുഃഖങ്ങളും. അതിൻ്റെ പ്രധാന കാര്യം ചിങ്ങം രാശിയുടെ സപ്തമഭാവമായ കുംഭം രാശിയുടെ കൂടി അധിപനാണ് ശനിഗ്രഹം. ഈ ശനിഗ്രഹം നിൽക്കുന്നതോ അഷ്ടമം എന്ന് പറയുന്ന സർവ ദുഃഖ ദുരിത നാശ ക്ലേശഭാവത്തിൽ. അങ്ങനെ വരുന്നപ്പോൾ വളരെയധികം ദുഃഖങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ കടബാധ്യതകൾ കൊണ്ടും രോഗാവസ്ഥകൾ കൊണ്ടും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും തൊഴിൽപരമായിട്ടും ഒരു രക്ഷയുമില്ലാത്ത ഒരു സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് ഒരു വൻ ജലാവലിക്ക്. എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുകയില്ല. കാരണം ജാതകാലൊക്കെ പൂർണ്ണമായ ബലം ഉള്ള നല്ല സമയം ഉള്ളവർക്ക് അങ്ങനെ ദോഷമൊന്നും വരണമെന്നില്ല. എന്നാൽ ജാതകാൽ കൂടി അത്ര ബലമില്ലാത്ത ഗ്രഹങ്ങളുടെ ദശയോ അപഹാരമോ ഒക്കെ ആണ് എങ്കിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സൂചകമാണ്. അതിന് പ്രത്യേകമായിട്ട് വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. എന്നാൽ ശനിഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ ഈ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്ന, പൂർണ്ണമായിട്ടും മാറും എന്നല്ല ഞാൻ പറഞ്ഞു, ആശ്വാസം കിട്ടുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ പല വിധത്തിലും ഉള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ള ഒരു കാലമാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് നിന്ന് ഒരു മാറ്റം വന്ന് ശനിഗ്രഹം അനുഗ്രഹിക്കും. പ്രധാനമായിട്ട് തൊഴിൽ ഭാവത്തിൽ, അതായത് ചിങ്ങം രാശിയുടെ തൊഴിൽ ഭാവമായ ഇടവം രാശിയിലേക്ക് ശനി അഷ്ടമഭാവത്തിൽ നിന്നുകൊണ്ടാണ് ദൃഷ്ടി ചെയ്തത്. അപ്പോൾ വളരെ തൊഴിൽപരമായ ക്ലേശങ്ങൾ സഹിച്ച, കഷ്ടത അനുഭവിച്ച, തൊഴിൽ നഷ്ടപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വീണ്ടും ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ ഒരു സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനോ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഒക്കെ ഈ ശനിയുടെ വക്രകാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാൽ, പ്രത്യേകിച്ച് വാഹന സംബന്ധമായിട്ടുള്ള ജോലികൾ, അതുപോലെ വ്യാപാര വിപണന രംഗങ്ങളിൽ ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വലിയ വലിയ വിതരണക്കാർ, അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലും ഈ പ്രശ്നങ്ങളൊക്കെ സൂചകമാണ്. അതിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നു ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട്. അതെല്ലാം മാറി നല്ല രീതിയിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ബിസിനസ് വരുമാനമുണ്ടാകുവാൻ പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. പ്രധാനമായിട്ട് അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ആ ശനി ചിങ്ങൻ രാശിക്ക് ധനസ്ഥാനമായ ആ കന്നി രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യും. അങ്ങനെ ധനസ്ഥാനത്തേക്ക് ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ വന്നു ചേരേണ്ട പണം ഇന്ന് വരേണ്ടത് ഒരു മാസം കഴിഞ്ഞ് കിട്ടുന്നത് പോലെയാവും. അതായത് അന്നേരം കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. ചിലപ്പോൾ ബാങ്കിൽ നിന്ന് പണം അയച്ചു കഴിയുമ്പോൾ അപ്പോൾ കിട്ടേണ്ടതാണ് ഒരു മാസം കഴിഞ്ഞാൽ കിട്ടിയത് എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ധനസ്ഥാനത്ത് ശനി ബന്ധം വന്നു കഴിഞ്ഞാൽ കിട്ടാനുള്ളത് കിട്ടാതെ വരിക. അതൊക്കെ കിട്ടുന്നതിനൊക്കെ യോഗമുണ്ട്. കൂടാതെ വിദ്യാവിജയങ്ങളും വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും പൊതുവെ കുറച്ച് നന്നായിട്ട് മെച്ചപ്പെടുന്നതിനും ഒക്കെയുള്ള യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ
നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി.